ഒട്ടും സംശയം വേണ്ട, നമ്മളിപ്പോഴും ഇറ്റലിയിലാണ്. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് പിസ്സ എന്ന് പറഞ്ഞിട്ട് ഇറ്റലിയിലെ ഒരു ഫേമസ് സ്ഥലത്താണ്. നിങ്ങൾക്കറിയായിരിക്കും ലീനിങ് ടവർ ഓഫ് പിസ്സ എന്ന് പറഞ്ഞിട്ട് വേൾഡിൻ്റെ ഒരു വണ്ടറാണ്. അത് ഇറ്റലിയിൽ പിസ്സ എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ട്. അപ്പോൾ അത് കാണാനാണ് കേട്ടോ നമ്മൾ ഈ പിസ്സയിലേക്ക് പോയത് തന്നെ. ആൻഡ് ആദ്യം നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നടന്ന് കണ്ടത് ഈ ഒരു ജയൻറ്റ് വീൽ, പിന്നെ ഈ ഒരു സൈഡിലുള്ളൊരു വാൾ ഫുൾ ഓഫ് പെയിൻറ്റിങ്സ് ആയിരുന്നു. ഭയങ്കര രസമായിരുന്നു കേട്ടോ, അല്ല പേസ്റ്റൽ ഷെയ്ഡ്സൊക്കെ കാണാൻ. അവിടെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ നമുക്ക് കുറച്ചൊരു രസമായിട്ട് തോന്നിയത് അവിടുത്തെ ഈ അപ്പാർട്ട്മെൻറ്റ്സും ബിൽഡിങ്സും ഒക്കെ ഭയങ്കര ഒരു റെയർ ആർക്കിടെക്ചറായിരുന്നു കേട്ടോ. ഫോട്ടോ പിടിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഒരു സൈഡിൽ ചേർച്ചും ഒരു സൈഡിൽ റിവറും ആയിരുന്നു. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. അപ്പോൾ തന്നെ ഞാനൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമത്തിലായിരുന്നു. ആൻഡ് നല്ല രസമുണ്ടായിരുന്നു. ആ ബിൽഡിങ്സിൻ്റെ ഇമേജൊക്കെ റിവറിൽ കാണാമായിരുന്നു. ആൻഡ് ഇതെന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റാറ്റ് ദി പിസ്സ, പിസ്സയിലുള്ള യൂണിവേഴ്സിറ്റിയാണ്. നമ്മൾ നാട്ടിൽ കേരള യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറയുന്ന പോലെ പിസ്സ എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ യൂണിവേഴ്സിറ്റിയാണ്. ആൻഡ് ഈ പില്ലർ കണ്ടോ, ഈ പില്ലറിൻ്റെ മേളിൽ ഒരു സ്റ്റാച്ചു ഉണ്ട്, ഒരു കുഞ്ഞു മനുഷ്യൻ. ഭയങ്കര രസമായിരുന്നു കാണാൻ. ആൻഡ് അവിടുത്തെ കുറേ ബിൽഡിങ്സും ഒരു വ്യൂ ആണ് കേട്ടോ. ഇതൊക്കെ എന്താണെന്ന് പോലും നമുക്കറിയില്ല. നമ്മൾ ജസ്റ്റ് ലീനിങ് ടവർ ഓഫ് പിസ്സയിലേക്ക് പോയെന്ന വഴിയിൽ കണ്ട കാഴ്ചകളാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഒന്ന് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ഒന്ന് ബ്രേക്ക് എടുക്കാമെന്ന്. ആൻഡ് നമ്മൾ കയറിയ കഫേയിലെ ഓപ്ഷൻസാണിത്. ഇത് കണ്ടിട്ട് ഏതെടുക്കണം എന്ന് അറിഞ്ഞുകൂടാതെ ഒരു അവസ്ഥയിലായിപ്പോയി. അത്രയ്ക്ക് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളായിരുന്നു. ആൻഡ് അവസാനം നമ്മൾ കോഫിയും പിന്നെ ഈ ഒരു സ്പോഞ്ച് കേക്കുമാണ് ചൂസ് ചെയ്തത്. ആൻഡ് കോഫിയും സ്പോഞ്ച് കേക്കും ഒക്കെ നല്ലതായിരുന്നു കേട്ടോ. അതെല്ലാം നമ്മൾ അവിടെ നിന്ന് കഴിച്ചിട്ട് പിന്നെയും നമ്മളിങ്ങനെ നടന്ന് മുമ്പിലേക്ക് പോയപ്പോൾ ആരാണെന്ന് നോക്കിയേ, ലീനിങ് ടവർ ഓഫ് പിസ്സയാണ് ഈ ബാക്കിൽ കാണുന്നത്. ചെറുതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ, പക്ഷേ നമുക്കത് കണ്ടപ്പോൾ തന്നെ കുറച്ച് എക്സൈറ്റ്മെൻറ്റ് തോന്നി. കാരണം നമ്മളിത് നോർമലി ഫോട്ടോസിൽ മാത്രം കണ്ടിട്ടുള്ള സംഭവമാണ്. അപ്പം ഇതാണ് നമ്മളെ ലീനിങ് ടവർ ഓഫ് പിസ്സ. ഈ ലീനിങ് ടവർ എന്ന പേര് വരാൻ കാര്യം തന്നെ ഈ ബിൽഡിംഗ് കുറച്ച് ചരിഞ്ഞാണ് ഇരിക്കുന്നത്, ഈ ടവർ. ആൻഡ് ഈ ടവർ എന്ന് പറയുന്നത് ഈ കത്തീഡ്രലിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഈ ബെല്ല് അടിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. കപ്പിയാർ പോയി ബെല്ലടിക്കുക എന്നൊക്കെ പറയില്ല, അതുപോലത്തെ ബെല്ലടിക്കുന്ന ടവറാണ്. പക്ഷേ ഇതിന് ലീനിങ് ടവർ എന്ന് പറയാൻ കാര്യം ഇതിനൊരു ചരിവുണ്ട്. ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്തപ്പോൾ തന്നെ ഒരു സൈഡിൽ സോഫ്റ്റും വീക്കും ഒക്കെ ആയിപ്പോയോണ്ടായിരിക്കാം ഒരു ചരിവുള്ളത്. പക്ഷേ ഇങ്ങനെ ഇത് കുറച്ചും കൂടെ അടുത്ത് പോയെടുത്തൊരു വ്യൂ ആണ് കേട്ടോ. ഇതിൽ നമുക്ക് ആ ഒരു ചരിവ് അത്ര എവിഡൻ്റ് അല്ല. പക്ഷേ എന്നാലും അവിടെ വെച്ച് എടുത്ത ഒരു ഫോട്ടോ ഞാനിപ്പോൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാം. ആൻഡ് ഇതാണ് അവിടുത്തെ കാത്തഡ്രൽ. ഇതിലൊക്കെ കയറാൻ നമുക്ക് ടിക്കറ്റ്സ് എടുക്കണം. പക്ഷെ നമ്മൾ ടിക്കറ്റ് ഒന്നും എടുത്തില്ല, നമ്മൾ ജസ്റ്റ് വെളിയിൽ നിന്ന് കണ്ടതേ ഉള്ളൂ. ഇവിടെ മീനാക്ഷി മെരിഗോ റൗണ്ടിൽ പോയി കളിക്കുവാണ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ നമ്മളെ പിസ്സയുടെ വിശേഷങ്ങൾ കേട്ടോ.